സൽമാൻ തണുപ്പുണ്ടോ? ഇപ്പൊ 2 ഡിഗ്രി ആയി ഗൈസ്. ഇന്ത്യ കേരള ഇതാണ് ഗൈസ് പെട്ര. ഗൈസ് അങ്ങനെ പെട്രയിലേക്ക് പോവുകയാണ്. രാവിലെ 6:15 ബസ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ എണീച്ച് ബസ് സ്റ്റേഷനിലെത്തി. ഇനി ടിക്കറ്റൊക്കെ കാണിച്ച് കാരണം ഇതാണ് ബസ് ഞാൻ കാണിച്ചു തരാം. ജെറ്റ് ബസ് ഫ്രം അമ്മാൻ ടു പെട്ര. ബസ്സിൽ കയറിയിട്ടോ. ഇതാണ് ബസ്. എൻ്റെ സീറ്റ് ഇപ്പുറത്താണ്. പക്ഷേ ഞാനിവിടെ ഇരുന്ന് ഇവിടേക്കുള്ള ആൾ വരുന്ന സമയത്ത് മാറി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 4 മണിക്കൂർ റണ്ണിങ് ഉണ്ട് പെത്രയിലേക്ക്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഈ ട്രിപ്പ് എങ്ങനെ ആയിരിക്കും എന്നൊരു ഐഡിയ ഇല്ല. ജോർഡാൻ്റെ ലാൻഡ്സ്കേപ്പ്, റോഡ് കാര്യങ്ങളൊന്നും ഒരു ഐഡിയ ഇല്ല. ഇതാരാ വന്നതെന്ന് നോക്കൂ. മുന്നിൽ സീറ്റിൽ 2 ജാപ്പനീസ് ലേഡീസ് ഉണ്ട്. അവരിങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട്. ഗൈസ് അങ്ങനെ ബസ് ഒരു ബ്രേക്ക് ചായ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. അതാണപ്പാ, ഇതാണ് ഷോപ്പ്. നമുക്കാണെങ്കിൽ നല്ലൊരു ഫീല് വരുന്നതാണ്. നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു ഫീൽ. ആഹാ. അങ്ങനെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ കഴിക്കാൻ വേണ്ടി. ഇത് കൊള്ളാം, ഷോപ്പ് കൊള്ളാം ഗൈസ്. നല്ല കത്തിയായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ ഞാൻ നോക്കി ആപ്പിൽ. അപ്പോൾ കാണിക്കുന്നത് 4 ഡിഗ്രി. യാത്ര കാണാനുണ്ട്. പക്ഷെ എന്താ അറിയില്ല, നല്ല ഒരു വൃത്തിയുള്ള, അതായത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു തണുപ്പ്. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യല്ല കേട്ടോ, അറിയാതെ എൻ്റെ വായന മൂക്കുന്ന് വരുന്നതാണ് ഗൈസ്. സമയം രാവിലെ 8 മണി. പെട്രയിലേക്കുള്ള റോഡ് ഇതാ തണുത്ത് വിറച്ച് നിശ്ചലമായി കിടക്കുന്നു. അതിനടുത്ത് സൽമാനെയും പാർക്ക് ചെയ്തതായിട്ട് ഒരു ബസ്സും ഒരു കാറും കാണാം. അതിൻ്റെ തൊട്ടു മുന്നിലാണ് നമ്മുടെ ഹോട്ടൽ. മൊസൈൻ എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. അതിന് തൊട്ട് ബാക്കിലായിട്ട് ഒരു പള്ളിയും ആ പള്ളിയിലേക്കുള്ള റോഡും അതിന് സൈഡിൽ ഒരു ട്രാൻസ്ഫോമറും കാണാം. സൽമാൻ തണുപ്പുണ്ടോ? ഇപ്പം 2 ഡിഗ്രി ആയി ഗൈസ്. കയ്യൊക്കെ നോക്കൂ, ചോന്നു. പക്ഷേ കാല് സോക്സ് ഇട്ടിട്ടാണ് ഷൂവിൻ്റെ ഉള്ളിലാണ് കാല്. പക്ഷെ കാല് നല്ല തണുപ്പ്. കാലെന്തോ ഒരു തണുപ്പ് നല്ല എന്തോ ഒരു ഭയങ്കര ഇറിറ്റേഷൻ. ബാക്കിയുള്ള ബോഡി ഒരു പ്രശ്നമില്ല, ബാക്കിയുള്ള ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കൈ ഇങ്ങനെ പ്ലെയിൻ ആണെങ്കിലും അത്ര വലിയ സീനില്ല. പക്ഷെ കാലുള്ളിൽ എന്തൊക്കെയോ ഒരു ഭയങ്കര ഇറിറ്റേഷൻ. എവിടെ പോയി എടുക്കാം സൽമാനെ, നിന്നെ കാത്തിക്കാത്. ഡ്രൈവറൊക്കെ ചൂടായി. സൽമാൻ ചൊടിപ്പിച്ച്. ബ്രേക്കിന് ശേഷം ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാൻഡ്സ്കേപ്പിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയ എന്ത് രസമല്ലേ കാണാൻ. പെട്ര ഉള്ള ഈ സ്ഥലത്ത് നമ്മൾ ബസ് ഇറങ്ങി. അപ്പോൾ അവർ താഴോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു മ്യൂസിയം കാണുന്നുണ്ട്. ഇത് പെട്ര മ്യൂസിയം. ഇപ്പം മ്യൂസിയത്തിൽ കയറിയിട്ട് ആദ്യം പെട്രൻ്റെ ചെറിയൊരു ഫൗണ്ടേഷൻസ് ഉണ്ടാക്കിയെടുത്തിട്ട് ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കുറച്ച്
ചരിത്രങ്ങളും ആ ഒരു എന്താ ഫ്ലോ ചാർട്ടുണ്ട്. ഇവിടെ ഓരോ പീരീഡിലെ ഇവിടുത്തെ ഓരോ ഇമേജസ് ഇവിടെ അവർ ഇതിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനും അതും അറബിയിലുണ്ട് ഇംഗ്ലീഷിലുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് കാണാനുണ്ട്. അവിടെ വിസിറ്റേഴ്സ് കുറവാണ്. സാറ്റർഡേ ആയിട്ടും വിസിറ്റേഴ്സ് കുറവാണ്. ഓരോ കല്ലിൽ ഉള്ള ഓരോ രൂപങ്ങൾ. അപ്പോൾ ഇതാണ് മ്യൂസിയം. ഇവിടെ ചെറിയൊരു ഹട്ട് കൂടുണ്ട് ഇവരുണ്ടാക്കിയത്. 2000 വർഷത്തെ ചരിത്രമാണ് കേട്ടോ ഈ മ്യൂസിയത്തിൻ്റെ അകത്തുള്ളത്. അവരന്ന് ഉപയോഗിച്ച ഓരോ ഉപകരണങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ സ്റ്റീൽ മോഡൽസും അന്നത്തെ അതേ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതെന്താ മാപ്പാണോ? മാപ്പായിരിക്കും. യെസ്, അപ്പോൾ ഇതാണ് പെട്ര മ്യൂസിയം. പുറത്തുനിന്ന് മ്യൂസിയം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബോർഡിൽ നമ്മൾ കണ്ട് ജപ്പാൻ്റെ ഒരു പ്രൊജക്റ്റ് ഇവിടെ പെട്രയിലുണ്ട്. അപ്പോൾ ജപ്പാൻ ഗവൺമെൻറ്റും ഈ പെട്രയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഫുഡ് കഴിക്കാനുള്ള പരിപാടി ആയിക്കോട്ടെ, എന്നിട്ട് വേണം പെട്രോളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി. രാവിലെ ഒന്നും കഴിച്ചില്ല. ഫലാഫിലിന് 3 ദിനാറോ? 3 ദിനാർ എങ്ങനെയാ? നമ്മൾ അന്നത്തെ പോലെ എല്ലാവർക്കും കൂടിയിട്ടാണോ അതോ ഫലാഫിൽ എത്ര ഉണ്ടാവുക? ഷവർമ്മക്ക് 4. പ്ലേസ് മനസ്സിലാവുമല്ലോ. നമ്മൾ അമ്മാനത്തെ ഗൈസ് നല്ല തണുപ്പാണെങ്കിലും ഭയങ്കര വെയിലാണ്. നല്ല സൺലൈറ്റ്. ഒരു ടിക്സ് വാങ്ങിക്കണം, എനർജി ഇങ്ങോട്ട് ബൂസ്റ്റ് ആവട്ടെ. ടിക്സും ഒരു 1.5 ലിറ്റർ വെള്ളം. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഷോപ്പ് കയറിയിട്ട് കുറച്ച് റൊട്ടിയും ഫലാഫിലും കഴിച്ചു. പെട്രോളിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മൾ ജോർഡൻ പാസ് ഉള്ളതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും ജോർഡൻ പാസ് കാണിച്ചു കൊടുക്കും നമ്മൾ. അങ്ങനെ ഇവിടെയും കയറുന്നു. ടിക്കറ്റ് ഉള്ളിലാടാ. ആ മേലോട്ട് നോക്കടാ. യെസ്, ഇതാണ് സാധനം. മാപ്പ് ഉണ്ട് ഇവിടെ. മാപ്പ് നോക്കിയിട്ടേ ഇങ്ങനെ റൂട്ട് മാപ്പ് നോക്കണം. ഇവിടെ ഒരുപാട് ഗൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈഡ് ടാക്സിക്കാരൊക്കെ അതൊക്കെ നല്ല പൈസയാണ്. നല്ല പൈസ എന്ന് വെച്ചാൽ നല്ല പൈസ. അവർ ജസ്റ്റ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടാക്കും, അവിടുന്ന് ഈവനിങ് പിക്ക് ചെയ്യും. അതിനൊക്കെ നല്ല വലിയ ഹ്യൂജ് ദീനാറാണ് പറയുന്നത്. ഇവിടെ ഒരു ഇത് കാണുന്നുണ്ട്. ഇതാ ഗൈഡായിരിക്കും, ഗൈഡൻസ് ആയിരിക്കും. ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഇംഗ്ലീഷ് എടുത്തോ, ഇംഗ്ലീഷ് മനസ്സിലാവും. ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. പക്ഷേ നമ്മളുടെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒന്നും ഇവിടെ ഇല്ല ഗൈസ്. ഞാൻ പിന്നെ എനിക്ക് സ്പാനിഷ് അറിയുന്നുണ്ട്, ഞാൻ സ്പാനിഷ് എടുക്കട്ടെ. സ്പെഞ്ഞോൾ. ഇതാണ് ടിക്കറ്റ്. ഇതിലുണ്ട് എമൗണ്ട് എന്നുള്ളടത്ത് 0.000 ജഡി. അതായത് നമുക്ക് ഫ്രീ ടിക്കറ്റാണ്. ജോർഡൻ പാസ് ഉള്ളവർക്ക്. എൻ്റെ പേരെല്ലാം ഉണ്ട്, മുഹമ്മദ് നബി.
ഗൈസ് നടക്കാണ്ട് ഗൈസ്. നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുന്ന ഒരു മെയിൻ പാട്ടുണ്ട്, അതാണ് ട്രഷറി എന്ന അതിൻ്റെ പേര്. നമ്മൾ വാൾപേപ്പറിലും പിന്നെ എന്താ നോട്ട്ബുക്കിൻ്റെ കവറിൻ്റെ മേലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ഒരു സംഭവം, അതാണ് പെട്ര. അപ്പോൾ അതിൻ്റെ പേര് ട്രഷറി. അവിടേക്ക് നമ്മളിങ്ങനെ നടന്ന് പോകാനുണ്ട്. എത്ര 45 മിനിറ്റ് നടന്നിട്ട് വേണം അവിടെ എത്താൻ. അവിടെ നിന്നും ഒരുപാടുണ്ട്. പെട്ര എന്ന് വെച്ചാൽ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന സമയത്തൊക്കെ ചോദിക്കും. ഇപ്പോൾ നമ്മൾ ജോർഡാൻ പാസ് എടുത്തില്ല, ജോർഡാൻ പാസ് എടുത്ത സമയത്തും ഇവർ ചോദിക്കുന്നത് എന്താ വെച്ചാൽ എത്ര ദിവസത്തേക്കുള്ള ടിക്കറ്റാണെന്ന് ചോദിക്കുക. അതായത് പെട്രോയിൽ എത്ര ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ടിക്കറ്റ്. ഇപ്പോൾ ജോർഡാൻ പാസ് ആണെങ്കിലും ടിക്കറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയും കാണാനുണ്ട് പെട്ര. നമ്മൾ പക്ഷേ ഒരു ദിവസത്തേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. വൈകുന്നേരം ആവും. മൺഡേ ഇവിടെ കണക്കാം. ഇവിടെ കണ്ടോ ഓരോരോ ചെറിയ ചെറിയ കേവ്സ് ഉണ്ട്. ഇതാണ് നമുക്ക് നടക്കാനുള്ള വഴി. ഇടയ്ക്ക് ചെറിയ ചെറിയ മലകൾ. സൂര്യനുണ്ടല്ലേ, നല്ല വെയിലാണ്. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഹോഴ്സ് റൈഡ് എടുക്കപ്പെടുന്നു. അവർ പോകുന്ന ട്രാക്കാണ് ലെഫ്റ്റ് സൈഡ് കാണുന്നത്. നമ്മളിങ്ങനെ നടന്നെത്തിയപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. വെള്ളവും പിന്നെ സോനിയർ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടുന്ന് മുതലാണ് ഈ ഇടുങ്ങിയ ചെറിയ വഴികൾ തുടങ്ങുന്നത്. താഴെ ഇവിടേക്ക് വരുന്ന ആൾക്കാരെ സ്വീകരിക്കാൻ വേണ്ടി 2 ആൾക്കാർ നിൽക്കുന്നത് കണ്ട. ഞാൻ ഈ സാധനം അയച്ചു. നമുക്ക് പറ്റിയതല്ല ഇത്. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്നെ പോലെ കുറച്ച് താടിയും മീശയും കുറച്ച് മുടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് പറ്റിയതല്ല. അതുകൊണ്ട് ഞാൻ ഇത് മാറ്റി ഇങ്ങനെ വെക്കാം. വലിയ ഹൈറ്റിൽ മതിലുകൾ. ഇതാണ് ഇത്രയും വലിയ കിടങ്ങിൻ്റെ ഇടയിലൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഒരു വലിയ ചരിത്രത്തിലൂടെ തന്നെയാണ് നമ്മൾ ഈ നടന്നു പോകുന്നത്. സൺലൈറ്റിനനുസരിച്ച് ഈ മതിലുകളുടെ കളറ് മാറുന്നുണ്ട്. മേലേക്കൊക്കെ നോക്കി കാണാൻ ഭയങ്കര ലൈറ്റ് കളറും, താഴോട്ടൊക്കെ അടിപൊളി നല്ലൊരു കാണാൻ തന്നെ ഭയങ്കര രസം. സൈഡിൽ അവരുടെ മെയിൻ സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം എത്തിക്കാനിട്ട ഓരോ ഡ്രൈനേജ് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. എന്തല്ലേ 2000 വർഷം മുന്നേ അവർ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു പോയി. പിന്നെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് ആ കാഴ്ച വരാൻ പോവുകയാണ്. ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഒരത്ഭുതമായ ആ കാഴ്ച, ദി പെട്ര. അപ്പോൾ എല്ലാവരും കാണാൻ റെഡി ആയിക്കോ. ഇതാ പെട്ര. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതാണ് ട്രഷറി എന്നാണ് തോന്നുന്നത്. നമ്മൾ ഫസ്റ്റ് കാണുന്ന ഇത് നമ്മൾ പെട്ര എന്ന് പറഞ്ഞ് കാണുന്ന സാധനം ഇതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ട്രഷറി, പെട്രൻ്റെ മെയിൻ പോയിന്റ്, ഐക്കോണിക് പെട്ര. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല കേട്ടോ. എൻട്രി ഉള്ള ഇതേപോലത്തെ ഗേറ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ അവിടെ പോവും. മതിലിൽ കൈകൊണ്ട് കൊത്തിയെടുത്തുണ്ടാക്കിയ ഈ ഒരു നഗരം നബാത്യൻ സംസ്കാരത്തിൻ്റെ കലയെയും വൈവിധ്യത്തെയും പ്രതിനിധീകരിക്കുന്നു. പെട്രയുടെ ഐക്കണാണ് നമ്മൾ കാണുന്ന പെട്ര എന്ന് പറഞ്ഞ് കാണുന്ന ആ ഒരു പോർഷനാണ് ഇത്. ഓക്കെ, ഇതിൻ്റെ മുന്നിൽ 2 ഒട്ടകം. ഈ ഒട്ടകം ഉണ്ടല്ലോ, ഇതിൻ്റെ മേലൊക്കെ ഇരുന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ ബാത്റൂം, കുറച്ച് ചെറിയ മാർക്കറ്റൊക്കെ ഉണ്ട്. ഇതാണ് ഗായ്സ് പെട്ര. മേലറ്റം ടോപ്പിൽ CCTV ഒക്കെ ഉണ്ട്. നബാത്യൻ സിവിലൈസേഷൻ്റെ സമയത്ത് അന്നത്തെ രാജാവിൻ്റെ ഖജനാവായിരുന്നു
ഈ ഒരു സ്ഥലം. അതുകൊണ്ടാണ് ട്രഷറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗൈസ്, ഇതാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന റീൽസ്. അറേബ്യൻ നൈറ്റ്, അറേബ്യൻ നൈറ്റ്. ഗായ്സ്, ഞങ്ങൾ പെട്ര കണ്ടിരിക്കുന്നു. ഞങ്ങളങ്ങനെ നമ്മൾ രാവിലെ അമ്മ എന്ന ബസ് കയറി അതുകൊണ്ട് അതുകൂടെ ഉണ്ടോ? പെട്രോയിലെത്തി. നമുക്ക് എന്താ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. പെട്ര കണ്ടു, വേൾഡ് വണ്ടറിലുള്ള പെട്ര കണ്ടു. ഇനി ഒരുപാട് നടക്കാണ്ട്. പക്ഷെ അത്ര വലിയ ടയർഡ്നെസ് ഫീൽ ആവുന്നില്ല. ഒരു കോൾഡ് ക്ലൈമറ്റ് ആയതുകൊണ്ടായിരിക്കും. പക്ഷേ ഇത് ലിപ്പൊക്കെ പൊട്ടുന്നുണ്ട്. ഞാൻ ലിപ്പാമ എടുത്തിരുന്നു, ലിപ്പാമ കാണുന്നില്ല ബാഗിൽ. ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ട് കംപ്ലീറ്റ് ബാഗ് അരിച്ച് പറക്കണം. ഉള്ളിലെവിടെ ഉണ്ടാവേണ്ടതാണ്. പെട്രോളുള്ളൊരു കേവിൻ്റെ ഉള്ളിലാണുള്ളത്. യെസ്, ഐ ആം ഗോയിങ് ഔട്ട് സൈഡ്. നല്ല സ്മെല്ലാണ് ഉള്ളിൽ. ഇവിടെയുള്ള എല്ലാ മൃഗങ്ങളും അവിടെ പോയിട്ടാണ് പരിപാടി നടത്തൽ തോന്നുന്നുണ്ട്. എവിടെ നോക്കിയാലും ഓരോ കൊത്തുപണികളാണ് ഇവിടെ. ഫുൾ കംപ്ലീറ്റ് ഒരു ആർട്ട്. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലം കാണുന്നത്. നമ്മൾ ഓരോരോ കുന്നും മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല 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 ഓരോ കല്ലുകൾ കാണാം. ബാക്കിൽ കണ്ട ഇവിടെ താഴോട്ട്. ഇപ്പോൾ ഈ നഗരത്തിലുള്ള ഓരോ സ്ഥലങ്ങൾ ഓരോ ആൾക്കാരുടെ പേര് വെച്ചിട്ട് അവരുടെ ടോംബുകൾ എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. അന്നത്തെ ഓരോ രാജാക്കന്മാരുടെ പേര് എന്നിട്ട് അത് ടോംബ്, അങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് അറിയപ്പെടുന്നു. അന്ന് ഇവരുടെ ആ ഒരു സിവിലൈസേഷൻ്റെ ആ സമയത്ത് അവരുടെ മെയിൻ ഭരണ കേന്ദ്രങ്ങൾ, അവരുടെ ഒരു ഓഫീസ്, അവരുടെ ആംഫി തിയേറ്റർ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങുകളായിരുന്നു. ജോർഡാൻ്റെ ഫ്ലാഗ് പാറി പറക്കുന്ന. ഗൈസ്, ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട്, ആംഫി തിയേറ്റർ. അന്നത്തെ പെട്രോളിലെ ആൾക്കാർ യൂസ് ചെയ്ത ആംഫി തിയേറ്റർ. താഴോട്ട് നോക്കൂ, ആൾക്കാർ നടന്നു പോകുന്ന. ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് മുന്നിലേക്ക് ആംഫി തിയേറ്ററിലേക്കുള്ള ആ ഒരു വ്യൂ അടിപൊളി, വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ ഈ ഒരു വ്യൂ. കാരണം അത്രയും വലിയൊരു ശില്പി മുന്നിൽ കാണുക. ഏകദേശം 4-ാം നൂറ്റാണ്ടിലാണ് പെട്ര നിർമ്മിക്കുന്നത്. നബാത്തിയൻ ആൾക്കാരാണ് നിർമ്മിച്ചത്. അവർ വ്യാപാരത്തിലും തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതിലും ഇറിഗേഷൻ സംവിധാനങ്ങളൊക്കെ കെട്ടിപ്പടുക്കുന്നതിൽ ഭയങ്കര പ്രാഗൽഭ്യരായിരുന്നു. അങ്ങനെ അവരുടെ കാലശേഷം 6-ാം നൂറ്റാണ്ടിൽ പെട്ര അപ്രത്യക്ഷമായി, മൺമറഞ്ഞു പോയി. പിന്നീട് 1812 വർഷത്തിലാണ് ഒരു സ്വിസ് ഗവേഷകൻ പെട്ര കണ്ടെത്തി പുനരാവിഷ്കരിച്ചു കൊണ്ടുവന്നത്. വലിയ കുന്ന് കയറാണ്ട്. ഞാൻ മേലോട്ട് നോക്കുന്നില്ല, സ്റ്റെപ്പിലേക്ക് നോക്കി ഇങ്ങനെ കയറിപ്പോവാ. മേലോട്ട് നോക്കിയാൽ മൈ കോൺഫിഡൻസ് വിൽ ഗോ ഡൗൺ. അതുകൊണ്ട് ഞാൻ താഴേക്ക് നോക്കി ഇങ്ങനെ കയറുക. മേലെ നല്ലൊരു വ്യൂ ഉണ്ട് എന്ന് പറഞ്ഞ് പോവാ. ഓക്കെ, ക്ഷീണിച്ചു ഗൈസ്, ഞാൻ വിയർത്തു, വഴി തെറ്റി. അപ്പോൾ മാപ്പ് കരുതിയതുകൊണ്ട് മാപ്പിൽ നോക്കി നമുക്ക് പോകാനുള്ള റൂട്ട് നോക്കട്ടെ. നമ്മളിവിടുന്ന് ഇങ്ങനെ കയറി, ഇവിടെ ഇങ്ങനെ കയറി ഇവിടെ എവിടെയോ ആയിരിക്കും നമ്മളെ. ഇവിടുന്ന് തിരിച്ചിങ്ങോട്ട് നേരണ്ടല്ലേ, തിരിച്ച് എക്സിറ്റ്. യെസ്, നമ്മളിവിടെ റുംബ ഡെല ഉർണ. യെസ്, ട്രഷറിയുടെ പനോരമിക് വ്യൂ കാണാൻ വേണ്ടി ആയിരുന്നു നമ്മളുടെ ട്രക്കിംഗ്. ഏകദേശം കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. അവിടെ ആയിരിക്കും ആ ഒരു സ്പോട്ട്. പിന്നെ ഇവിടെ വ്യൂ ഓഫ് തിയേറ്റർ, പനോരമിക് വ്യൂ ഓഫ് തിയേറ്റർ, വാദിമൂസ് സിറ്റി സെൻറ്റർ എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. നല്ല വെയിലാണ്, കഷ്ടപ്പെട്ട് കാര്യം ഉണ്ടായാൽ മതിയായിരുന്നു. ഈ നട്ടുച്ചയ്ക്ക് കുന്നിൻ്റെ മുകളിലൂടെ നമ്മൾ മാത്രമുള്ള, നമ്മൾ 3 പേര് മാത്രം ഫ്രം കേരള
കേരളത്തിൽ നിന്നുള്ള 3 ഭ്രാന്തന്മാർ ഗൈസ്. അട്ടിച്ചക്ക് എന്ത് പൊള്ളുകയാണ്. അവൻ്റെ മാപ്പ് പോയല്ലോ. മാപ്പ് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഓക്കെ. ആ നോർത്തിലേക്ക് പോകണ്ടേ. ഓക്കെ, നോർത്തിലേക്ക് പോയിട്ട് ജസ്റ്റ് ഒന്ന് സൗത്ത് തിരിയണം. സൂര്യൻ ഈ സൈഡിൽ നിന്ന്, അപ്പോൾ നമുക്ക് സൂര്യൻ്റെ ഡയറക്ഷൻ നോക്കാനുണ്ട്. അപ്പോൾ ഭയങ്കര റിസ്ക് പിടിച്ച ട്രക്കിംഗ് ആണ് ഗൈസ്. ഗൂഗിൾ മാപ്പ് നോക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, കുറച്ച് നമ്മൾ ഒതൻറ്റിക് ആയിട്ടുള്ള മാപ്പും കൂടെ നോക്കണം. ആ സ്കില്ലും കൂടെ ഉണ്ടെങ്കിൽ ഇതിലൂടെ നമുക്ക് ട്രക്ക് ചെയ്ത് പെട്ര എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ മേലെത്തിയപ്പോൾ ഇവിടെ ഒരു ആടിനെ കാണുന്നുണ്ട്, കുഞ്ഞിപ്പേ. നീ പേടിപ്പിച്ച പിന്നെ ഓടി അപ്പുറത്ത് പോയിക്കൂലേ. ഇതാണ് ഗൈസ് ആ ഒരു സാധനം. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കണം. ഇവിടെ എത്തിയ സമയത്ത് കുറച്ച് പേരെ കാണുന്നുണ്ട്. ആടുകളല്ല കേട്ടോ, മനുഷ്യന്മാരെ കാണുന്നുണ്ട്. ഗൈസ് ചടി. യെസ്, അങ്ങനെ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു ഗൈസ്. യെസ്, എത്തി. യെസ്, ഇതാണ് ആ വ്യൂ. ഇവിടെ കുറേ പേര് നിൽക്കുന്നുണ്ട്. പോലീസുകാരനാണ് ഹായ് തന്നെ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് പോലീസിൻ്റെ ഹായ് കിട്ടി, ജോർഡാൻ പോലീസിൻ്റെ ഹായ്. ഇത് ഇവിടെയൊക്കെ ഒരുപാട് നല്ല നല്ല കല്ലുകൾ. ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ടോ, ഈ ചുവന്ന മണ്ണിൽ. അടിപൊളി അല്ലേ. ഇത് മറ്റേ നമ്മൾ കാക്ടസ് ഇല്ലേ, കാക്ടസോ കച്ചറവേ ആ ടൈപ്പ്, അതിൻ്റെ മറ്റൊരു ഐറ്റം ആയിരിക്കും. അത്ര എനിക്ക് പറയാൻ അറിയാം. ഇവിടെയൊക്കെ കുറച്ച് പച്ചപ്പുകളൊക്കെ കാണുന്നുണ്ട്. ഗൈസ്, ഞാനിപ്പം പെട്രയുടെ ഏറ്റവും പ്രീഷ്യസ് വ്യൂ പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മൾ അത്രയും കുന്നും മലയും കയറി, വെയിലും കുന്നും എല്ലാം കൊണ്ട് കയറി ഇവിടെ എത്തി. ഏറ്റവും പ്രീഷ്യസ് പോയിന്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഗൈസ്. ഞാൻ എൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ഞാൻ കാണിച്ചു തരും, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. എൻ്റെ ബാക്ക് കാണിച്ചു. ഇവിടെ എൻ്റെ കൂടെ ഒന്ന് 2 പേരുണ്ട്, പിന്നെ ഇവിടെ ഇല്ല 2 പോലീസുകാരുണ്ട്. അവർ ഫുഡ് കഴിക്കാൻ പോയായിരിക്കും. അപ്പോൾ ഫ്രണ്ടിലുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതുണ്ട് ഗൈസ്, നമ്മൾ നേരത്തെ താഴെ നിന്ന് കണ്ട ആ ഒരു ട്രഷറി ഓഫ് പെട്ര, അത് ഇവിടുന്ന് കാണാം. ഏറ്റവും ഈ ഒരു ഇത്രയും അതിമനോഹരമായിട്ടുള്ള ആ ഒരു വ്യൂ. ഇതാണ് പെട്രയുടെ ഐക്കോണിക് സാധനം. നമ്മളിതിൽ കൂടെ ഒക്കെ നടന്നു പോയത്. ഇതിലങ്ങനെ ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇതിലൂടെ വന്ന് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത നേരത്തെ, പിന്നെ ഇങ്ങനെ ഇതിലൂടെ പോയി ഫുള്ള് കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തി ഗൈസ്. എന്ത് അടിപൊളി വ്യൂ അല്ലേ. സെവൻ വണ്ടേഴ്സ് ഓഫ് വേൾഡ് അതിൽപ്പെട്ട ഒരു വണ്ടറാണ് ഈ പെട്ര. ഇതിങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ നോക്കിയിരുന്ന് കാണണം. ഇവിടുത്തെ പോലീസുകാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി കേട്ടോ. നമ്മളൊരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങോട്ടും പേര് ഇവിടെ സ്നാപ്ചാറ്റിൻ്റെ പരിപാടിയാണ്. സ്നാപ്ചാറ്റിൻ്റെ ഐഡിയ ഇങ്ങോട്ടൊക്കെ ചോദിച്ച് ഇങ്ങോട്ട് ചോദിച്ച് ഫോളോ ചെയ്ത്, അതുപോലെ ഇൻസ്റ്റാഗ്രാമും. ഭയങ്കര അടിപൊളി മനുഷ്യന്മാർ. ഈ വെയിലത്ത് എന്നും നല്ല വെയിലാണ് ഇവിടെ, നമുക്കൊന്നും നിൽക്കാൻ പറ്റുന്നില്ല. ഈ വെയിലത്താണ് എന്നും ഇവരുടെ ഡ്യൂട്ടി. ഇവരൊക്കെ സമ്മതിക്കണം.
ആയിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരെ മാനേജ് ചെയ്യാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയാണ് ഇവരെ അലോക്കേറ്റ് ചെയ്തത്. ഹലോ, വെൽക്കം ടു ജോർദാൻ. മർഹബൻ, അഹലൻ വസഹലൻ. തിരിച്ചു പോകട്ടാ. പെട്രയും എല്ലാ കാര്യങ്ങളും കണ്ടു. ഹലോ, ബായ്. നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് എടുത്ത നല്ല ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തു. നല്ല പച്ചപ്പ്, ഈ പച്ചപ്പ് നമ്മളെ ഊട്ടി മൂന്നാർ അവിടെ നിന്നൊക്കെ എടുത്ത പച്ചപ്പിൻ്റെ മേലെയുള്ള ഫോട്ടോസൊക്കെ കാണിച്ചപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവർ നിൽക്കുന്നത് ഈ വരണ്ട ഇതിലല്ലേ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കും കണ്ടപ്പം ഭയങ്കര ഒരു ഫീൽ വന്നു. കാരണം ആ ഡിഫറൻസ് നമുക്ക് നമ്മളിവിടെ നിൽക്കുന്ന സമയത്തും നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ആ ഒരു ഹോം ഫീലിംഗ്. ഓക്കെ, സ്കിന്നൊക്കെ ഫെയ്ഡായി കരിവാളിച്ചാണ്. ഇതാണ് എൻ്റെ പുതിയ ലുക്ക്. സഹിക്കാൻ പറ്റുന്നില്ല ഗായ്സ്. വെയിൽ തിരിച്ചു പോകുമ്പോൾ വെയിൽ കൂടി. കണ്ണ് മാത്രം ഔട്ടാക്കിയിട്ട് മൊത്തം കവർ ചെയ്തിട്ട് പോകുന്നത്. ഗായ്സ്, ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ എൻ്റെ ടീഷർട്ടും എൻ്റെ ബാഗും തന്നെ ഉള്ളൂ, അല്ലാതെ വേറെ എന്തെങ്കിലും ഒന്നുമില്ല. ഈ സാധനം ചുറ്റിയെന്ന് വിരിച്ചിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഗൈസ്, കവിതപ്പുറത്താണ് പോകുന്നത്. അങ്ങനെ കവിതപ്പുറത്തും കയറി നമ്മൾ നമ്മളെ തിരിച്ച് ആ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് നടക്കാണ്ട്. അപ്പോൾ ടൈം ലേറ്റ് ആവും. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഈ റൈഡ് ചൂസ് ചെയ്യാൻ നിർബന്ധിതരായി. എനിക്കുള്ളത് എഴുതുന്നുണ്ട്. എനിക്ക് ഹോസോ ഡോങ്കി എന്താണെന്നറിയില്ല. അങ്ങനെ ഈജിപ്ഷ്യൻ ഫെരാറിയിൽ കയറിയ പോലെ ഇവിടെ പെട്രോയിലെ ഫെരാറിൻ്റെ മേലെ പോകുന്നത്. നൈസ്. അതിൻ്റെ പുറത്താ എൻ്റെ കൂടെയുള്ള 2 പേര് മുന്നിൽ പോകുന്നുണ്ട്. അവർക്ക് ചെറിയ കൈത, എനിക്ക് വലിയ കൈതക്ക് വലിയ കൈത വേണ്ടേ. സ്പീഡില്ല, ഇതിനാവും കൂട്ടുന്നില്ല. ഞാൻ അങ്ങനെ പോകുന്ന പോലെ ഇന്ന് എൻ്റെ മേലെ കയറി എൻ്റെ ഫ്ലോയിൽ ഞാൻ പോട്ടെ. ഞാൻ സ്പീഡ് കൂട്ടാനോ സ്പീഡ് കുറക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ഡോങ്കിനെ എനിക്ക് തീരെ പരിചയമില്ല. കുതിരാണെങ്കിൽ കുറച്ചൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ ഡോങ്കി ഫസ്റ്റ് ടൈം, സോ ലിറ്റിൽ ബിറ്റ് ഫിയർ, ബട്ട് ഐ ക്യാൻ മാനേജ്, നോ പ്രോബ്ലം. സ്റ്റിയറിങ് എൻ്റെ കയ്യിലുള്ള ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിങ്. ഇതിൻ്റെ കയ്യിൻ്റെ അവിടെ ചവിട്ടി കഴിഞ്ഞാൽ ഒന്ന് കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കൂടും. പക്ഷേ ഞാൻ സ്പീഡ് കൂട്ടാൻ ശ്രമിക്കുന്നില്ല. എനിക്കത്ര തിരക്കില്ല. ഇവിടെ അങ്ങനെ പിടിക്കും. ഇതിൻ്റെ ഓണറെ പരിചയപ്പെട്ട്. ഇവരൊക്കെ എടുത്ത് വലിയ മലയാളിമാരാണ്. ഗാരേജിൽ ഒരുപാട് ഒട്ടകം, കുതിര, കഴുതകളൊക്കെ ഒരുപാടുണ്ട്. ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ സൈഡാക്കാം. ഇവിടെ റൈറ്റ് സൈഡിലൂടെ ഞാൻ പോവാം. അപ്പോൾ ആ റോള് നമ്മളും പാലിച്ച് റൈറ്റ് സൈഡിലൂടെ തന്നെയാണ് പോകുന്നത്. ഓൺലി കിലോ പറയുന്നില്ല, എൻ്റെ വെയിറ്റ് ഞാൻ പറയുന്നില്ല. ചെറിയ വെയിറ്റ് ഉള്ളൂ. കയറൂ പോട്ടെ. ഓ, വണ്ടി സൈഡ്. യെസ്, ഐ നോ. ഗൈസ്, നല്ല വെയിലാണ്. പക്ഷേ എന്താ, നല്ല സുഖം, നല്ല റൈഡ്. കഴുതപ്പുറത്ത് മെല്ലെ വന്നപ്പോഴേക്കും നമുക്ക് പോകാനുള്ള വണ്ടി മിസ്സായി. ഇവിടെ നമ്മളുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ക്യാബ് സർവീസ് ഉണ്ട്. അതിൻ്റെ ആ ഒരു എൻഡിങ് പോയിൻ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്തിക്കുന്നൊരു വണ്ടിയുണ്ട്. അത് മിസ്സായി. പിന്നെ ഇവിടെ
ഇവിടുത്തെ നാട്ടുകാർ കുറേ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ വണ്ടിയിലൊക്കെ കൈ കാണിച്ചു. ലാസ്റ്റ് ഒരു വണ്ടി നിർത്തി 5 ദീനാർ കൊടുക്കുക എന്ന് എത്തിയതിന് ശേഷം അയാൾ കയറ്റി. പിന്നെ ഇവിടത്തെ നിസ്കരിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ നമുക്ക് ചായയും കാരക്കൊക്കെ തന്നു. ഇനി ഇവിടുന്ന് നടന്നു പോകണം ആ താഴെ കാണുന്ന ആ ഒരു അങ്ങാടിക്ക്. പെട്രോൾ ഹോസ്റ്റലിൽ ഡിന്നറൊക്കെ ഉണ്ട്. നേരത്തെ മെനു കൊടുത്തതാണ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇവിടെയുള്ള നമ്മുടെ ഹോസ്റ്റൽ മേറ്റ്സ് എല്ലാം ഡിന്നറിന് വേണ്ടി മെസ്സിലെത്തിയിട്ടുണ്ട്. വെയിറ്റിംഗ്. ഇവിടെ തണുപ്പില്ല. അതിൻ്റെ ഉള്ളിൽ ചില്ലിൻകൂട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് തണുപ്പില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങി മെസ്സിലില്ല, ഹോസ്റ്റലിൻ്റെ ഉള്ളിലധികം നമുക്ക് എന്താ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇറങ്ങി. ഇന്ത്യക്കാരായതുകൊണ്ട് കുറച്ച് സ്പൈസി ആക്കിയിട്ടാണ് അവർ ഫുഡ് തന്നത്.